ഹായ്. ഈ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനാണെങ്കിൽ ഇഞ്ചി കഴുകി ഇതുപോലെ അരിഞ്ഞ് ഉണക്കി സൂക്ഷിക്കാറുണ്ട്. അല്ല നിങ്ങൾ ഉണക്കാത്ത ഇഞ്ചിയാണെങ്കിലും കുഴപ്പമില്ല, അരിഞ്ഞെടുത്ത് എണ്ണ ചൂടാകുമ്പോൾ വറുക്കുക. ഉണക്കിയ ഇഞ്ചിയാകുമ്പോൾ പപ്പടം വറുക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇഞ്ചി വറുത്ത് കോരി മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ മൂക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്ത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മൂപ്പിക്കണം. അത് മൂക്കുന്ന സമയത്തേക്കും നമ്മൾ വറുത്ത് വെച്ച് ഇഞ്ചി തണുക്കുമ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് ആവശ്യമുള്ള പുളിയും കൂടി ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഉള്ളി മൂക്കുന്നതിൽ മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അല്പം ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ച ഇഞ്ചിയുടെ കൂട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അത് വെന്ത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഇഞ്ചിക്കറി റെഡിയായി എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് പരുവം. അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ശർക്കരയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇഞ്ചിക്കറി റെഡിയാവും. ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.